ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളുകളുടെയും പൂരത്തിന്റെയൊക്കെ ഒരു ഘോഷയാത്രയുള്ള സമയമാണല്ലോ. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഒരു പെരുന്നാൾ കഴിയുമ്പോഴേക്കും അടുത്ത പെരുന്നാളായി. ഇപ്പൊ നമ്മൾ പോണത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പൊ ദേ ചേച്ചി നൈറ്റ് വേണ്ട പ്രിപ്പറേഷനിലൊക്കെയാണ് കേട്ടോ. ചില്ലി ചിക്കൻ നല്ലപോലെ മസാല പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി മസാല പുരട്ടുന്നു, ഞാൻ വെന്ത പീസ് എടുത്ത് തിന്നുന്നു. ഉപ്പ് നോക്കാനെന്നുള്ള വ്യാജേനയാണ് കേട്ടോ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയൊക്കെ എത്തി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് ജസ്റ്റ് പള്ളി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. പള്ളിയിൽ ചെറുതായിട്ട് ഇങ്ങനെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കപ്പേളയിൽ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ അവിടുത്തെ യൂണിറ്റിത്തെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതായത് പെരുന്നാളിനൊക്കെ യൂണിറ്റിലെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഞാൻ ഇവിടെയാണ് കേട്ടോ ആദ്യമായിട്ട് കാണണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതായത് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ച് കളിക്കണത് അല്ലാണ്ട് ജസ്റ്റ് മറ്റേ കൊട്ടിന്റെ പിന്നാലെ കിടന്ന് സ്റ്റെപ്പ് ഇട്ടണ പരിപാടിയല്ല. അങ്ങനെ എന്റെ ചെക്കന് നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഉറങ്ങി കിടക്കണ്ടായിരുന്ന ചെക്കനായിരുന്നു. കൊട്ടിന്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും കൈയും കാലൊക്കെ പൊക്കി തുടങ്ങിയിട്ടാ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പള്ളിയിലേക്ക് പോയി. 11 മണി വരെ ആയിരുന്നു കേട്ടോ പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കാറ് എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എല്ലാവരും സ്കൂട്ടറും ബൈക്കൊക്കെ ആയിട്ടാണ് പോയത്. തിരിച്ചു വന്നിട്ട് ഞാൻ വേഗം തന്നെ ഡ്രസ്സ് മാറിയിട്ട്, കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഗ്യാപ്പിൽ ഞാൻ ചെക്കനെ കിടത്തി ഉറക്കി, എന്നാലും എനിക്ക് നല്ല വിശാലമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഒക്കെ ചേച്ചി വെക്കേണ്ട ചെയ്ത്. അപ്പൊ നമ്മുടെ മിഥുൻ ചേട്ടനും PC അളിയനും ഉണ്ണി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് പിന്നെ വരെ ബൈ ബൈ.